കാന്തപുരം ഉസ്താദ് യമനിലെ ഈ നടത്തിയ ഒരു ഇടപെടൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അത്ഭുതത്തോടു കൂടി കാണുമ്പോൾ എനിക്കതിൽ വലിയ അത്ഭുതമൊന്നും കാണാൻ സാധിക്കുന്നില്ല. നിമിഷപ്രിയയുടെ ഈ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണോ കാന്തപുരം ഉസ്താദിൻ്റെ മഹത്വം നാം തിരിച്ചറിയേണ്ടത്? ഒരിക്കലുമല്ല. ഇതിനു മുമ്പും കാലാകാലങ്ങളായി പല രാഷ്ട്രങ്ങളുമായി, ആ രാഷ്ട്രങ്ങളിലെ തലവന്മാരുമായി, പ്രസിഡന്റുമാരുമായി, അവിടെയുള്ള പ്രഗത്ഭരായ പ്രശസ്തരായ പണ്ഡിതന്മാരുമായി വളരെ വർഷക്കാലമായി സൗഹൃദബന്ധം സ്ഥാപിക്കുന്ന, സ്നേഹബന്ധം സ്ഥാപിക്കുന്ന ഒരു വ്യക്തിയാണ് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ. പലരെയും അദ്ദേഹം പല കാര്യങ്ങൾക്ക് വേണ്ടിയും സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, അബ്ദുറഹീം എന്ന് പറയുന്ന സഹോദരൻ, ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 19 വർഷക്കാലമായി സൗദിയിലെ റിയാദിലെ ജയിലിൽ കഴിയുകയാണ്. എന്നാൽ അതേ അബ്ദുറഹീമിനോടൊപ്പം 10 വർഷത്തോളമായി കൂടെ ജയിലിൽ കഴിഞ്ഞ നസീർ എന്ന് പറയുന്ന മറ്റൊരു സഹോദരൻ കൂടിയുണ്ട്. അബ്ദുറഹീമിൻ്റെ ഒരു ബന്ധു കൂടിയാണ് നസീർ. അദ്ദേഹം അവിടെ ഒരു കമ്പനിയിലെ സെയിൽസ് മാനേജറായി വളരെ വർഷക്കാലമായി നല്ല ശമ്പളത്തിൽ ജോലി ചെയ്തു വരുന്ന ഒരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യരും അബ്ദുറഹീമിനോടൊപ്പം ജയിലിൽ കഴിഞ്ഞു. അതിൻ്റെ കാരണം എന്താണെന്നറിയണ്ടേ? ആ കുട്ടിയുടെ മരണം നടക്കുന്ന സമയത്ത് അബ്ദുറഹീം ആദ്യം വിളിക്കുന്നത് തൻ്റെ ബന്ധുവായ നസീർ എന്ന് പറയുന്ന ഈ സഹോദരനെയാണ്. ഒന്നല്ല 2-3 വട്ടം വിളിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ വളരെയധികം പരിഭ്രാന്തനായി, വളരെയധികം സങ്കടത്തോടുകൂടി സംസാരിക്കുന്ന അബ്ദുറഹീമിൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ അദ്ദേഹം മുന്നും പിന്നും നോക്കാതെ അദ്ദേഹം നേരെ അബ്ദുറഹീമിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആ സമയത്താണ് അവിടെ വെച്ചുകൊണ്ട് പോലീസ് 2 പേരെയും പിടികൂടുന്നത്. അബ്ദുറഹീമിൻ്റെ ഫോൺ കോൾ വന്നതുകൊണ്ടും ഇദ്ദേഹം അവിടേക്ക് ചെന്നതുകൊണ്ടും ആ കുട്ടിയുടെ കൊലപാതകത്തിൽ അബ്ദുറഹീമിനോടൊപ്പം ഇയാളും, അതായത് നസീറും പങ്കുചേർന്നു എന്നുള്ള കണക്കിൽ ഇദ്ദേഹത്തെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. അവസാനം ആ നിരപരാധിയായിട്ടുള്ള മനുഷ്യൻ, ഒരു തെറ്റും പോലും ചെയ്യാത്ത നിരപരാധിയായ മനുഷ്യൻ 10 വർഷമാണ് ജയിലിൽ കഴിഞ്ഞത്. അന്ന് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബം, അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അടക്കമുള്ള എല്ലാവരെയും കണ്ടു. അദ്ദേഹം അതിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഒരുപാട് ആളുകളെ കണ്ടു, പക്ഷേ യാതൊരുവിധ ഫലവും ഉണ്ടായില്ല. നാട്ടിൽ കാണാത്ത മന്ത്രിമാരില്ല. ഉമ്മൻചാണ്ടിയുടെ ഭരണമായിരുന്നു അന്ന്. ഉമ്മൻചാണ്ടിന്റെ അടുത്ത് പോയി, ശശി തരൂരിന്റെ അടുത്ത് പോയി, അഹമ്മദ് സാഹിബിന്റെ അടുത്ത് പോയി, കുഞ്ഞാലിക്കുട്ടി, ഈ പറഞ്ഞ എല്ലാം അവരെന്താ പറഞ്ഞത്? നിങ്ങൾ മോനെ നിരപരാധി കാണിച്ചാൽ അവർക്ക് ശിക്ഷ വന്ന പതർപ്പ് നിങ്ങൾ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കും, എങ്കിലും ഞങ്ങൾ ഒരു ശ്രമം നടത്താമെന്ന് പറഞ്ഞു. പക്ഷെ അത് പതർപ്പ് കിട്ടിയില്ല. മാത്രമല്ല അവർക്ക് തന്നെ സംഘടിപ്പിക്കാൻ പറ്റില്ല. ഇന്നത്തെ ഡേറ്റ് വരെ അവർ കയ്യിൽ പതർപ്പ് ഇല്ല എന്നാണ് അതിന്റെ സത്യാവസ്ഥ. അവസാനമാണ് അദ്ദേഹത്തിന്റെ കുടുംബം കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാറിനെ പോയി കാണുകയും കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം നടത്തിയ പെട്ടെന്നുള്ള ഒരു ഇടപെടൽ, അത് കാരണത്താൽ അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ ജയിൽ മോചനം കിട്ടുകയും ചെയ്തു എന്നുള്ളത് അദ്ദേഹം തന്നെ വ്യക്തമായി പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കുടുംബാംഗം ഒരു പ്രാവശ്യം ഇവിടെ പോയിട്ടുണ്ടായിരുന്നു. നമ്മളെ എ.പി. ഉസ്താദ്, കാരന്തൂർ എ.പി. ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് എല്ലാവരും പ്രയാസം പറഞ്ഞില്ല. അങ്ങനെ എൻ്റെ ഒരു കസിന് കൊണ്ടുപോയിട്ട് അവിടെ പ്രയാസങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ശരിക്കും 2 വർഷം ശിക്ഷ ഒരു വ്യക്തി ആണിച്ചാൽ നിരപരാധിയായിട്ട് ജയിലിൽ കിടക്കാൻ ഞാൻ തീർച്ചയായിട്ടും ഇതിന് സഹായിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കാന്തപുരം ഉസ്താദ്. അങ്ങനെ അവർ സൗദിയിലുള്ള അവർ സുഹൃത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഷേഖ് റഫീഖ് എന്ന് പറഞ്ഞ ഒരു ഗവൺമെന്റ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയിരുന്നു, ഒരു വ്യവസായ ബിസിനസ്മാൻ ആയിരുന്നു. അങ്ങനെ വിളിച്ച് അങ്ങനെ എൻ്റെ കേസിനെ പറ്റി ഒന്ന് പഠിച്ചിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് എന്നെ കോൺടാക്ട് ചെയ്തു. അവർ പറഞ്ഞു വിതിൻ 60 ഡേയ്സ് നിങ്ങൾ റിലീസ് ചെയ്തിരിക്കും എന്ന് എൻ്റെ അടുത്ത് വാക്ക് തന്നിട്ടാണ് അവർ പോയത്. അവർ പിന്നെ 2-3 ദിവസം അവിടെ നിന്നു. റിയാദിൽ തന്നെ നിന്നു. ജിദ്ദയിൽ നിന്ന് വരുന്ന ആൾക്കാരായിരുന്നു. റിയാദിൽ നിന്നിട്ട് അവരിന്റെ ഷേഖിന്റെ പേര് ചോദിച്ചു, ഡേറ്റ് ചോദിച്ചു, പേരും ഓഫീസ് പേരും ഇതെല്ലാം പറഞ്ഞു. അവർ അവിടെ പോയിട്ട് ജുഡീഷ്യൽ കോർട്ടിലാണ് എൻ്റെ വിധി ഉണ്ടായത്, ചെറിയ കോടതിയിൽ. അവിടെ പോയിട്ട് എൻ്റെ കേസിന്റെ പതർപ്പെടുത്തു. എടുത്തിട്ട് ഗവർണർ ഓഫീസിൽ ഇമാറിൽ പോയിട്ട് കേസ് സെപ്പറേറ്റ് ചെയ്തിട്ട് ഉടനെ ഒരു കേസിന്റെ ഒരു സിറ്റിംഗ് വിളിച്ചു. വിതിൻ 1 വീക്ക്. കാരണം ഞങ്ങൾക്ക് 1 വീക്കിലൊന്നും കേസ് വിളിക്കില്ല, 3-4 months ആവും. വിതിൻ 1 വീക്കിൽ കേസ് വിളിച്ചു, വിചാരണ നടന്നു, ഷേഖിനെ ബോധ്യപ്പെട്ടു, അതായത് കേസിന് ഇത് ഫയൽ സെപ്പറേറ്റ് ചെയ്തെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അപ്പോഴാണ് അവർ റിലീസിംഗ് ഓർഡർ തന്നത് എനിക്ക്. ഇതാണ് ഉസ്താദിന്റെ മഹത്വം എന്ന് പറയുന്നത്. ആ ഉസ്താദിൻ്റെ മഹത്വവും പവറുമൊക്കെ അത് നിമിഷപ്രിയയുടെ കേസിന് ശേഷം മാത്രം നടന്നതല്ല. അതിനു മുമ്പ് വർഷക്കാലമായി അദ്ദേഹത്തിൻ്റെ ആ ഒരു മഹത്വം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. കാന്തപുരം ഉസ്താദിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.